മലയാള സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം തുടരുമെന്ന ഗവേഷക വിദ്യാർത്ഥിനി അനഘ ശശി വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയ വാദങ്ങളെല്ലാം അനഘ തള്ളുകയാണ്. അനഘ ശശിയുടെ പരാതിയിൽ കഴമ്പില്ല എന്നായിരുന്നു VC പറഞ്ഞത്. സർവകലാശാല അധികൃതർ പറയുന്നത് പച്ചക്കള്ളമാണെന്നും സർവകലാശാലയെ വിശ്വാസമില്ലെന്നും അനഘ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ സർവകലാശാലയുടെ ജുഡീഷ്യൽ അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും സർക്കാരിന്റെ ഉറപ്പ് കിട്ടുന്നതുവരെ സമരം തുടരുമെന്നും മുന്നറിയിപ്പ് നൽകി. സിനോജ് തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, അനഘ എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയല്ലേ? തീർച്ചയായിട്ടും ശ്രുതി, അതായത് അനഘ സമരം തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മലയാള സർവകലാശാലയിലെ VC അനഘയുടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അതിൽ കഴമ്പില്ലാത്ത തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. അതായത് 2024 അനഘ പരിസ്ഥിതി പഠന വകുപ്പിൽ അവിടെ ഗവേഷക വിദ്യാർത്ഥിനിയായി എത്തുന്നത്. പക്ഷേ ഗവേഷണം നടത്താനുള്ള സാഹചര്യം അധ്യാപകർ നൽകിയില്ല. പകരം ജാതി അധിക്ഷേപം നടത്തുകയും ക്ലാസ് മുറികൾ തൂത്തുവാരാനൊക്കെ നിർദ്ദേശിക്കുകയായിരുന്നുവെന്നാണ് അനഘയുടെ പരാതി. പലതവണ പരാതിയിൽ നൽകിയെങ്കിലും അനഘയ്ക്ക് അനുകൂലമായി ഒരു റിപ്പോർട്ടും വന്നില്ല. അധ്യാപകരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നത്. അതാണ് ഈ ഒടുവിൽ സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പിന്തുണയുമായി അനഘയ്ക്ക് ഒപ്പമുണ്ട്. ഇതിനിടയിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ തന്നെ വലിയ ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിലൊരു ഉറപ്പ് സർക്കാർ ഔദ്യോഗികമായി നൽകണമെന്നാണ് അനഘയുടെ ആവശ്യമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ താൻ പരാതി ഉന്നയിച്ചവർക്കെതിരെ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും വരെ പ്രതിഷേധം തുടരുമെന്നും അനഘ പറയുന്നു. അനഘയ്ക്ക് പൂർണ്ണ പിന്തുണ വിദ്യാർത്ഥി സംഘടനകളും നൽകുന്നുണ്ട്. ഏതായാലും പോലീസിലും അനഘ പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് DYSP തന്നെ നേരിട്ടെത്തി അനഘയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മലയാള സർവകലാശാലയ്ക്ക് മുന്നിലുള്ള സമരം തുടരും എന്നാണ് അനഘ അറിയിച്ചിരിക്കുന്നത്. ശ്രുതി. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് VC ഡോക്ടർ CR പ്രസാദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാദങ്ങളെല്ലാം അനഘ തള്ളുകയാണ്. തങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല നടക്കമുള്ള കാര്യങ്ങളായിരുന്നു VC കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സിനോ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.